അഖില കേരള ധീവരസഭ സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തി. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ എക്സ്-MLA സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്തതാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ ഞങ്ങളാരും എതിരല്ല. പക്ഷെ വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞാൽ ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം കിട്ടണം. ഇപ്പോൾ അവർക്ക് പൊഴിയൂര് മുതൽ അഞ്ചിതെങ്ങ് വരെയുള്ള തീരമേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. അല്ല, വിഴിഞ്ഞത്ത് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് അതിന്റെ സംരക്ഷണവും പ്രയോജനവും കിട്ടണം. അവർ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പൊ തന്നെ മുതലപ്പൊഴിയിൽ നിരന്തരമായി മരണം ഉണ്ടാകുന്നത് കാരണം എന്താ? അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം. സംസ്ഥാന സർക്കാർ പാസാക്കിയ 2018 KMFR ആക്ട് ഭേദഗതി നിയമം മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായ രീതിയിൽ ഭേദഗതി ചെയ്യുക, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന സംവരണം, ധീവരസഭയ്ക്ക് ഉണ്ടായിരുന്ന ഉദ്യോഗ സംവരണം 2% ലാസ്റ്റ് ഗ്രേഡും 1% ക്ലാസ് 3യിലും സംവരണം ഏർപ്പെടുത്തിയത് അത് അട്ടിമറിക്കപ്പെടുന്നു. അതെങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നിലവിൽ മെരിറ്റിൽ വരുന്നവരെ സംവരണത്തിൽ ഉൾപ്പെടുത്തി ധീവരസഭയ്ക്ക് കിട്ടുന്ന ആനുകൂല്യം ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, PSC ശ്രമിക്കുന്നു. അതുപോലെ തന്നെ 2% പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും മറ്റ് അനുബന്ധ കോഴ്സുകൾക്കും 2% സംവരണമുണ്ട്. അതിലും മെരിറ്റിൽ വരുന്ന കുട്ടികളെ മെരിറ്റിൽ നിന്ന് മാറ്റി സംവരണത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്.